ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ അങ്ങടുത്തും അകലെയും വീക്ഷിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യസമാധിക്കും ഞങ്ങളുടെ ക്രൈസ്തവിക വചനങ്ങൾ നേടുകയാണ്. ടീമിന്റെ വ്യക്തിത്വം ഇന്ത്യൻ ദൈവസഭയുടെ സംയുക്തമായ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ സുവിശേഷ സന്ദേശ യാത്രയുടെ ഭാഗമായിട്ടാണ് ഈ സമ്പൂർണ്ണ ജംഗ്ഷനിൽ ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഇന്ന് മാനവിക സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും വിവിധ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് പ്രായഭേദ വ്യത്യാസമന്യ കൊച്ചുകുട്ടികൾ വരെ ഇവിടെ അതിന്റെ മായാവലയത്തിൽ അകപ്പെട്ടുകൊണ്ട് ഒട്ടനവധി കുടുംബങ്ങൾ അന്യാധീനപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ തലമുറകൾ വഴിപിടിച്ചുകൊണ്ട് പോകുമ്പോ ഈ ഘട്ടത്തിൽ നിങ്ങളോട് മനുഷ്യനെ രക്ഷിക്കുന്ന, മനുഷ്യന് ബോധം നൽകുന്ന, മനുഷ്യനെ നന്നാക്കിയെടുക്കുന്ന ഒരനുഗ്രഹീതമായ സന്ദേശങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് മുമ്പ് ചില ഗാനങ്ങൾക്ക് വേണ്ടി ആലപിക്കും. ആ ഗാനങ്ങൾക്ക് ശേഷം ഒരു ലഘു സന്ദേശം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. കാലവേലിയേറെയില്ല യേശു വരുവാൻ, സോദരാന് ഭാവവഴി വിട്ടു പോരുമോ. കാലവേലിയേറെയില്ല യേശു വരുവാൻ, സോദരാന് ഭാവവഴി വിട്ടു പോരുമോ. ഭാവിയുണ്ട് കാലവേലിയേറെയില്ല യേശു വരുവാൻ, സോദരാന് ഭാവവഴി വിട്ടു പോരുമോ. കാലവേലിയേറെയില്ല യേശു വരുവാൻ, സോദരാന് ഭാവവഴി വിട്ടു പോരുമോ. മോക്ഷമാണ് നാശമാണ് തൂകാനാലി ജീവിതമേളിലാകും പ്രിയ സോദര. കാലവേലിയേറെയില്ല യേശു വരുവാൻ, സോദരാന് ഭാവവഴി വിട്ടു പോരുമോ. കാലവേലിയേറെയില്ല യേശു വരുവാൻ, സോദരാന് ഭാവവഴി വിട്ടു പോരുമോ. ചാപ്പിലെ കറിയുണ്ടല്ലോ ആസ്വദിക്കുമ്പോ, വീട്ടിൽ നിന്റെ കുഞ്ഞുമക്കൾ പട്ടിണിയല്ലേ. ചാപ്പിലെ കറിയുണ്ടല്ലോ ആസ്വദിക്കുമ്പോ, വീട്ടിൽ നിന്റെ കുഞ്ഞുമക്കൾ പട്ടിണിയല്ലേ. പപ്പ വരുന്നത് നോക്കി കാത്തിരിക്കുന്ന കുഞ്ഞുമുരങ്ങേറോ നിങ്ങൾ ചാപ്പിൽ പോവല്ലേ. പപ്പ വരുന്നത് നോക്കി കാത്തിരിക്കുന്ന കുഞ്ഞുമുരങ്ങേറോ നിങ്ങൾ മാറിൽ പോകല്ലേ. കാലവേലിയേറെയില്ല യേശു വരുവാൻ, സോദരാന് ഭാവവഴി വിട്ടു പോരുമോ. കാലവേലിയേറെയില്ല യേശു വരുവാൻ, സോദരാന് ഭാവവഴി വിട്ടു പോരുമോ. ദോഷമാണ് മദ്യപാനം, നാശമാണ് തൂകവാലി, ജീവിതത്തിൽ ഇവ രണ്ടും നൽകിയിടും ദുഃഖം. ദോഷമാണ് മദ്യപാനം, നാശമാണ് തൂകവാലി, ജീവിതത്തിൽ ഇവ രണ്ടും നൽകിയിടും ദുഃഖം. കൂട്ടുകാർക്കും നിന്നെ പെറ്റമ്മ പോലും മറക്കും, ജീവിതമുള്ളിലാകും പ്രിയ സോദര. കൂട്ടുകാർക്കും നിന്നെ പെറ്റമ്മ പോലും മറക്കും, ജീവിതമുള്ളിലാകും പ്രിയ സോദര.
ഭാവിയുണ്ട് നിനക്കിന് ജീവിതമുണ്ട് മാനസം യേശുവിനായെന്നു നൽകുകേ കാലത്തിനേറെയില്ല യേശു വരുമാ സോദരന് ബാബ വഴി വിട്ടു പോരുമോ കാലത്തിനേറെയില്ല യേശു വരുമാ സോദരന് ബാബ വഴി വിട്ടു പോരുമോ. സന്ദേശം അറിയിക്കുന്നതിന് വേണ്ടി അനുഗ്രഹമായിട്ട് ഈ ഉച്ചസമയം എല്ലാ കാലവും വാഴ്ത്തപ്പെടുന്നതിനായിട്ട് ഈ ശബ്ദപരിധിക്കുള്ളിൽ പ്രകൃതിന്റെ അകത്തലങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വാഹനങ്ങളുടെ അകത്തലങ്ങളിൽ പരിപാടികളൊക്കെയായിരിക്കുന്ന നിങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ എല്ലാ ദേശസ്നേഹികളെയും അതിലുള്ള രക്ഷിതാവന്മാരിൽ നിന്നിട്ടുണ്ട് വീണ്ടെടുത്തുകാരനുമായ ശ്രീയേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്നത്തെ പ്രഭാതം മുതൽ പത്തനംതിട്ടയുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ആരംഭിച്ച് കടന്നു വന്നിരിക്കുന്ന മറ്റൊരുത്തരും മയക്കുമരുന്നും എതിരായുള്ള ബോധവൽക്കരണ സുവിശേഷ സന്ദേശയാത്രകൾ ഈ ദേശത്ത് നിങ്ങളുടെ മധ്യേ എത്തി നിൽക്കുന്നു. IPC സഭയും സംയുക്തമായി നടത്തുന്ന ഈ മധ്യ ലഹരി ബോധവൽക്കരണ സന്ദേശയാത്ര മാറ്റമില്ലാത്ത ദൈവത്തിന്റെ സുവിശേഷവും ഇവിടെ പ്രസ്താവിക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ ഓരോരുത്തരും കടന്നു വന്നു നിൽക്കുന്നത്. നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്തെന്നാൽ കണ്ടിട്ടില്ലാത്ത നിലവാരത്തിൽ അനിശ്ചിതത്വങ്ങൾ വരുന്നുകൊണ്ട് അസമാധാനത്തിനുടമകളായ അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരുപറ്റം തലമുറകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെയാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെയും ആർക്കും സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഇന്നും അസ്വസ്ഥതകളും അക്രമങ്ങളും അരാജകത്വങ്ങളും ഇതികാലികളെന്ന് അഭിമാനിക്കുന്ന മനുഷ്യൻ അഴിച്ചുവിട്ടുകൊണ്ട് മറ്റു മനുഷ്യരെ സമാധാനം കെടുത്തി ഇന്ന് നാശത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് എവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പത്രമാധ്യമങ്ങളിലേക്ക് നാം ഒന്ന് ശ്രദ്ധിച്ചാൽ മനുഷ്യർ സഹോദരങ്ങളെന്ന് ഏറെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും മാതാപിതാക്കളെയും തിരിച്ചറിയുവാൻ കഴിയാതെ മൃഗങ്ങളെക്കാൾ ക്രൂരന്മാരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഇന്ന് നമുക്ക് വിവിധ ഇടങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ദൈവത്തിന്റെ സംഘന്മാരെന്ന് ഖ്യാതി നേടിയ ഈ കൊച്ചി കേരളത്തിൽ സാക്ഷരതയിൽ 100% സാക്ഷരത കൈവരിച്ചുവെന്ന് അവകാശപ്പെടുന്ന ഈ കൊച്ചി കേരളത്തിൽ ഇന്ന് മനുഷ്യന് സമാധാനമില്ല, സന്തോഷമില്ല. എവിടെയും അക്കാനുള്ള അരാജകത്വങ്ങൾ വരുന്ന നടമാടില്ല. എന്താണ് ഇതിന്റെയൊക്കെ കാരണം? ഇന്ന് രാവിലത്തെ ഒരു വാർത്ത ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. മദ്യപിച്ച് മതേന്മത്തനായി സ്വന്തം ഭാര്യയെ വെട്ടിക്കുന്ന ഒരു ഭർത്താവിനെ കുറിച്ചുള്ള വാർത്ത കേൾക്കാനും അവർ ന്യൂസിൽ വരുവാനിടയായിട്ട് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പേ നമുക്ക് കാണുവാൻ കഴിയുന്നു. ചെറിയ 2 കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയിട്ട് സ്വന്തം പിതാവ് ആത്മഹത്യ ചെയ്യുന്നതായിട്ടുള്ള ഒരു വാർത്ത നമുക്ക് കേൾക്കുവാൻ കഴിയും. ചില നാളുകൾക്ക് മുമ്പ് അന്ധവിശ്വാസത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് 4 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയും 1 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെയും ബലി കൊടുത്തു കൊന്നിട്ട് അവരടുത്ത ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന വിശ്വാസത്തിൽ ആ കുഞ്ഞുങ്ങളെ നാശത്തിന് പറഞ്ഞു കൊടുത്തത് നമുക്ക് വായിക്കുവാൻ കഴിയും. തോന്നില്ല, ഇവിടെ നമുക്ക് അടുത്തായി തന്നെ ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മനുഷ്യ മനസ്സാക്ഷിയെ പോലും മരവിപ്പിക്കുന്ന നിലവാരത്തിൽ
മനുഷ്യനെ കഴുത്തറത്തുകൊണ്ട് ആ മനുഷ്യന്റെ ശാരീരികമായ അവയവങ്ങൾ വേവിച്ച് ഭക്ഷിച്ച അവയൊരു ന്യൂസും ചില നാളുകൾക്ക് മുമ്പ് ഇവിടെ കേൾക്കുവാൻ കഴിഞ്ഞു. ഈ ദേശനിവാസികൾ അത് മറന്നുപോയിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുക. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ നല്ലത് പറഞ്ഞു കൊടുക്കുവാൻ ഗുരുക്കന്മാരില്ലാത്തത് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. ഇവിടെ ഗ്രന്ഥങ്ങളില്ലാത്തത് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. വിദ്യാസമ്പന്നരെന്ന് അവകാശപ്പെടുന്ന ഇരുകാലികളായിരിക്കുന്ന മനുഷ്യർ മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ച് മനസ്സാക്ഷി നവരിച്ചവരായി മാറി മൃഗങ്ങൾക്ക് പോലും ലക്ഷ തോന്നുന്ന നിലവാരത്തിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിന്നിവിടെയും കാണുവാൻ. ഇതൊക്കെ മനുഷ്യന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന പാപമാണ് ഇതിനൊക്കെ കാരണമെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പാപം ഒരു ശരീരാവയവമായിരുന്നുവെങ്കിൽ ആ ശരീര അവയവത്തെ മുറിച്ചു മാറ്റിയാൽ പാപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. പാപം ഒരു വൃക്ഷമായിരുന്നെങ്കിൽ ആ വൃക്ഷം മുറിച്ചു കഴിഞ്ഞാൽ പാപത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയുമായിരുന്നു. നിർഭാഗ്യവശാൽ പാപം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ല, ഒരു വൃക്ഷമല്ല. പാപമെന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിൽ വാഴുന്ന അന്ധകാര ശക്തിയാണ് പാപമെന്ന് പറയുന്നത്. അത് ഓരോ സമയങ്ങളിലും അത് പുറപ്പെട്ടെന്ന് അവൻ മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം അക്രമങ്ങളും പരാജയത്വങ്ങളും അവൻ പ്രവർത്തിച്ചുകൊണ്ട് നാശത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അവൻ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ദൈവം തന്റെ കഴിവുകൾ കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തോടൊപ്പം വസിക്കുവാൻ, ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവത്തോട് സഹവസിക്കുവാൻ വേണ്ടി ദൈവം തന്റെ കരങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ നിർമ്മിച്ച് പാപം ചെയ്ത് ശപിക്കപ്പെട്ടവരായി ഈ ഭൂമിയിൽ അധപ്പതിക്കുവാനുള്ളതായിട്ടും സംഭവിച്ച ആകാമ്യ പാപം ഇന്നും മനുഷ്യന്റെ ഉള്ളിൽ വാഴുന്നുവെന്നുള്ള വ്യക്തമായ സൂചനയാണ് ഈ സംഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവത്തോടൊപ്പം വസിക്കാൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു മാറിയപ്പോൾ ആ മാനവരാശിയെ രക്ഷിച്ചെടുക്കുവാൻ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് ദൈവമായിരുന്നവൻ ദൈവമെന്ന സമത്വം മുറുകെ പിടിക്കാതെ തന്നെ താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളഞ്ഞ് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തോളം ചെറുതായി ഈ താഴഭൂമിയിൽ അവതരിച്ച് 33 വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിച്ച് രോഗികളെ സൗഖ്യമാക്കി ഭൂതം ബാധിച്ചവന്റെ ഭൂതത്തെ ശാസിച്ചകറ്റി അവൻ മരണപ്പെട്ടവരെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഘോഷിച്ചുകൊണ്ട് മാതൃകാപരമായ ഒരു ജീവിതം വായിച്ചു നൽകിയ യേശുവെന്ന രക്ഷിതാവിനല്ലാതെ ലോകമാനവരാശിക്കൊരു രക്ഷയുമില്ല എന്ന് വിശുദ്ധ തിരുവനന്തപുരത്ത് വ്യക്തമായി വിളിച്ചു പറയുകയാണ്. ഈ മനുഷ്യനെ രക്ഷിച്ചെടുക്കുവാനോ യേശുവെന്ന രക്ഷിതാവ് ഈ ഭൂമിയിലേക്ക് അവതരിപ്പാൻ ഇടയായിട്ടുണ്ട്. ഓക്കെ, ഇത് ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ക്രിസ്ത്യാനിയുടെ ദൈവമായ യേശു എങ്ങനെയാണ് മുസൽമാനെയും ഹിന്ദുവിനെയും രക്ഷിക്കുന്നത്? ക്രിസ്ത്യാനിയുടെ ദൈവമായ യേശു എങ്ങനെയാണ് മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും പാപത്തിന് പരിഹാരമുണ്ടാക്കുന്നത് എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, വിശുദ്ധ തിരുവനന്തപുരത്തോട് ചേർന്ന് ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത് യേശു എന്ന രക്ഷിതാവ് ലോകമാനവരാശിയുടെ ദൈവമാണ്. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം ജനിച്ചത് ദൈവമല്ല, മുസൽമാന് വേണ്ടി മാത്രം ജനിച്ചത് ദൈവമല്ല, ഹിന്ദുവിന് വേണ്ടി മാത്രം ജനിച്ചത് ദൈവമല്ല, പിന്നെ ലോകമാനവരാശിയുടെ പാപത്തിന് വേണ്ടി ഭൂമിയിൽ അവതരിച്ചവരാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന മുസ്ലിംകാരുമായ യേശുക്രിസ്തുവെന്ന ഏകലോകരക്ഷിതാവ്. ആ യേശുക്രിസ്തുവിനല്ലാതെ മാനവരാശിക്ക് ഒരു പാപപരിഹാരമായി. 33 വയസ്സിൽ
മാനവരാശിയുടെ പാപം വഹിച്ചു റോമാപുരത്തിന്റെ ചാട്ടവരത്തിലേക്ക് ശരീരം ഉടലില്ലാതെ കീറി രക്തം താഴെടുത്തിക്കൊണ്ട് തലയും നീക്കിനീരം അവൻ ചൂടിക്കൊണ്ട് വിലാപ്പുറം കുന്തം കൊണ്ട് കൊട്ടിത്തുളച്ച് 87 കിലോയോളം വരുന്ന പച്ച പൈൻ മരക്കുരിശ് ചുവടിലേറ്റിക്കൊണ്ട് ഗോൽഗോഥ വരെ വീണുവെഴുന്നേറ്റും റോമൻ ഗവൺമെന്റിന്റെ പടയാളികളുടെ ചാട്ടവരടിയേറ്റ് കാൽവരിയിലെ കൊലക്കരത്തിൽ യാഗമായി മാറിയത് നിന്നെയും എന്നെയും രക്ഷിച്ചെടുക്കുവാൻ വേണ്ടിയായിരുന്നു. എന്റെയും എന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുവിന്റെ രക്ഷിതാവ് ഈ ഭൂമിയിൽ അവതരിച്ചെങ്കിൽ അവൻ മുന്നേറ്റത്തിന്റെ പ്രവാചകനിലൂടെ വിളിച്ചറിയിച്ചതുപോലെ കാൽവരിയിലെ കൊലക്കരത്തിൽ യാഗമായി മാറി ഉയർത്തെഴുന്നേറ്റ് 40 ശിക്ഷ കടന്നിട്ട് അവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയ ആ യേശുവിന്റെ രക്ഷിതാവ് അവൻ വീണ്ടും സമൂഹമായിരിക്കും. സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അവൻ ഇപ്രകാരം ദൂതന്മാർ പറയുവാനിടയായി തീർന്നു, നിങ്ങൾ അവൻ ആകാശത്തിലേക്ക് കയറിപ്പോയ യേശുവിനെ നോക്കി നിൽക്കുന്നതെന്ന് അവൻ കയറിപ്പോയതുപോലെ തന്നെ അവൻ മടങ്ങി വരുമെന്ന് അവൻ ദൂതന്മാർ പറയുവാനിടയായി തീർന്നു. വിശുദ്ധ പുസ്തകത്തെ നേരെ വിളിച്ചു പറയുന്നത് ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ നമ്മെ അനുദിനം വിളിച്ചറിയിക്കുന്നത് സുഖത്തിനടുത്തെങ്ങനെ പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് വെക്കണമെന്നും കൊടുപ്പാൻ പ്രതിഫലമെന്റെ കക്കലുണ്ടെന്ന് പറഞ്ഞ യേശുവിന്റെ രക്ഷിതാവുക വേഗത്തിൽ മടങ്ങി വരാൻ പോകുന്നു. ആകാശത്തിന്റെ അടയാളങ്ങളെ വെളിപ്പെടുത്തുന്നു, ഭൂമിയിൽ അതിന്റെ അടയാളങ്ങൾ വെളിപ്പെടുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഈ നിത്യരക്ഷ അപകരിച്ചുകൊണ്ട് ഇനിയും നാശത്തിലേക്കോടാൻ നിങ്ങൾ വിട്ടുകൊടുക്കല്ലേ. യേശുവിന്റെ രക്ഷിതാവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് രക്ഷ ഏറ്റെടുത്തുകൊണ്ട് ഒരു ദൈവമല്ലാതായി ജീവിച്ച് നിത്യസ്വർഗ രാജ്യത്തിന് അവകാശങ്ങളായി മാറുവാൻ ഞങ്ങൾ നിങ്ങളെ വാഗ്ദാനം ചെയ്യാം. ഇനി നിങ്ങളെ വിളിച്ചു പറയുന്ന എന്റെ പേര് മത്തായി എന്ന മർക്കോസെന്ന മാതാവല്ല, എന്റെ പേര് ശിഹാബുദ്ദീനെന്നാണ്. എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുസ്ലിം കുടുംബത്തിൽ വാപ്പയുടെ ഉമ്മയുടെയും 3 മക്കളും രണ്ടാമത്തവനായി ജനിച്ചു വളർന്നു. ജീവിതത്തിന്റെ സഹന അവനെ അഴുക്കി ചാലുകളിലും ജീവിച്ചിരുന്ന ശിഹാബുദ്ദീന്റെ ജീവിതത്തിൽ അസമാധാനങ്ങൾ അവൻ സ്വസ്ഥതയില്ലാതെ വന്നപ്പോൾ ഒരു രാത്രിക്കാലമെന്ന് ഉറങ്ങുവാൻ പോലും കഴിയാതെ വടിവാളുകൾ കെട്ടിടമടിയിൽ കരിമുറച്ചിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ശിഹാബുദ്ദീൻ, അനേകർക്ക് തലവേദനയായി മാറിയ ശിഹാബുദ്ദീൻ ഭവനത്തിനകത്തുപോലും സ്വസ്ഥത കൊടുക്കാതെ അവരെയും കരയിപ്പിച്ചുകൊണ്ടിരുന്ന ശിഹാബുദ്ദീൻ യേശുവിന്റെ രക്ഷിതാവിന്റെ സ്നേഹം എന്നെ തേടി വന്നപ്പോൾ പലർക്കും അവൻ നല്ലവനായി തീരുവാനിടയായിത്തീർന്നു. മാറ്റമില്ലാത്ത ഈ ദൈവരക്ഷയുടെ സന്ദേശം ദേശങ്ങൾ തേടും ഞങ്ങൾ ഇങ്ങനെ നിന്ന് വിളിച്ചു പറയുന്നത് മറ്റൊരു മകനും രക്ഷയില്ല, മറ്റൊരു മകനും രക്ഷയില്ല എന്ന് വിശുദ്ധ തിരുവഴുത്ത് പ്രസ്താവിക്കുമ്പോൾ ആ വചനത്തിന്റെ വന്നയ്ക്കും മുന്നയ്ക്കും മാറ്റമുണ്ടായെന്ന് വ്യക്തമായി കാണാൻ കഴിയും. യേശുവിന്റെ രക്ഷിതാവിനല്ലാതെ ലോക മാനവരാശിക്കൊരു രക്ഷയുമില്ല. എന്റെ പുണ്യപ്രവൃത്തികൾക്കെന്ന് എന്റെ പാപത്തിന് പരിഹാരം നേടാമെന്ന് ആഗ്രഹിച്ചിരുന്ന ശിഹാബുദ്ദീൻ അവൻ 25-ാമത്തെ വയസ്സിൽ വിവാഹത്തിന് ശേഷം മക്കയിൽ കടന്നുപോയി 2 പ്രാവശ്യം ഉംറ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവമില്ല. ഉണ്ടെങ്കിൽ ആ ദൈവം എന്നോട് വെളിപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇവിടെ നിന്ന് നിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സമീപിച്ചത് ദൈവമുണ്ട്. ആ ദൈവത്തിനാണ് ഈ പകൽക്കാലം ശിഹാബുദ്ദീൻ പ്രസംഗിക്കുന്നത്. ഈ യേശുവിനല്ലാതെ ലോകം മാനവരാശിക്കൊരു രക്ഷയില്ല. ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഒരുപക്ഷെ പലരും ഞങ്ങളെ തല്ലാൻ വന്നെന്നിരിക്കും, തലവരിച്ചെന്നിരിക്കും, പലരും ഞങ്ങളെ കൊല്ലുവാൻ ശ്രമിച്ചെന്നിരിക്കും. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞങ്ങൾ വീണ്ടെടുപ്പുകാരനായ ലോക മാനവരാശിയുടെ വീണ്ടെടുപ്പുകാരനായ യേശുവിന്റെ രക്ഷിതാവ് പറഞ്ഞ് നിങ്ങൾ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളണം.
യഹൂദിയിലും ശമരിയിലും ലോകത്തിന്റെ ഏറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞ യേശു എന്ന രക്ഷിതാവിന്റെ സാക്ഷികളായി, യേശു എന്ന രക്ഷിതാവിന്റെ വക്താക്കളായാണ് ഈ പകൽക്കാലം ഞങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവാണ് ലോകം രക്ഷകൻ. നമ്മുടെ പുണ്യകർമ്മങ്ങളോ യാഗങ്ങളോ ഹോമങ്ങളോ നേർച്ചകളോ കാഴ്ചകളോ ഇതൊന്നും നമ്മെ രക്ഷിക്കാൻ പര്യാപ്തമായ കാര്യമല്ല. നാം നേർച്ച ചെയ്താലോ സക്കാത്ത് കൊടുത്താലോ ദാനം കൊടുത്താലോ നാം തീർത്ഥയാത്രകൾ നടത്തിയാലോ ഇതൊന്നും നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ പര്യാപ്തമായ കാര്യമല്ല. വിശുദ്ധ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും അതിനെ തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം യേശുവിന്റെ കരുത്തിലുണ്ടെന്ന് വിശുദ്ധ തിരുവചനത്തിൽ വിളിച്ചു പറയുമ്പോൾ നാം ഇവിടെ ജീവിക്കുമ്പോൾ എന്തൊക്കെ ചെയ്താലും അതിന്റെ പ്രതിഫലം തരുവാൻ കഴിയുന്ന നസറേത്തുകാരനായ യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവിന്റെ വേഗം പറയുകയാണ്. നാം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലവും, നാം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലവും അവൻ കറക്റ്റായി തൂക്കിത്തരാൻ കഴിയുന്ന ലോകരക്ഷിതാവ് അവരെ നമ്മളെ വിളിച്ചു പറയുക. മറ്റൊരുവനും രക്ഷയില്ല, മറ്റൊരുവനും രക്ഷയില്ല. ആകാശം ചവിട്ടിൽ ഭൂമിയിൽ മനുഷ്യനെ ലോകമാനവരാശിയെ രക്ഷിക്കപ്പെടാൻ നാമം നൽകിയിട്ടുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ശിവാദിനും ഉണ്ണികൃഷ്ണനും സമീപം ശിവാദിനും ഒരൊറ്റ സ്വരത്തിൽ ലോകത്താൻ വിളിച്ചു പറയുന്നത് മറ്റൊരു ചെയ്യൂ. ലോകമാനവരാശിയുടെ ഭാവത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ഒരേ അവനാണ് നസറേത്തുകാരനായ യേശു ക്രിസ്തു. ഈ ക്രിസ്തുവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിച്ച് അവൻ നിത്യരാജ്യത്തിന് നിത്യ അവയെ ശിക്ഷാവിധിയിൽ നിന്ന് അവരെ രക്ഷ നേടുവാൻ ഈ ഉച്ച സമയത്ത് ആഹ്വാനം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഈ കർത്താവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിപ്പാൻ നിങ്ങൾ കിലോമീറ്ററുകൾ നടക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പണം ചെലവാക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ കാതുകൾ തുളയ്ക്കേണ്ട, ശരീരം തുളയ്ക്കേണ്ട, നിങ്ങൾ മക്കയിൽ പോകേണ്ട, മദീനയിൽ പോകേണ്ട, ഒരു നേർച്ചയും വേണ്ട, ഒരു കാഴ്ചയും വേണ്ട, ഒരു യാഗങ്ങളും വേണ്ട. യേശുവിനെ രക്ഷിതാവിനെ വിശ്വസിക്കുകയും യേശുവിനെ രക്ഷിതാവിനെ രക്ഷിക്കുമെന്ന് അതിനെ ഏറ്റുപറയുകയും ചെയ്താൽ താങ്കൾ രക്ഷിക്കപ്പെടുവാൻ ഇടയായി. ആ കർത്താവിന്റെ വരവിൽ താങ്കൾ കരുക്കപ്പെടണമെങ്കിൽ ദൈവസഭയെ ചേർക്കുവാൻ കർത്താവ് ആകാശമേഖലയിൽ അവൻ വരുമ്പോൾ ആ ദൈവത്തോടൊപ്പം സഭയോടൊപ്പം താങ്കൾ കരുക്കപ്പെടണമെങ്കിൽ ആ നിത്യരാജ്യത്തിന്റെ അവകാശമായി നിങ്ങൾ ഈ ഉച്ചയായിരിക്കുന്ന സമയം അവൻ ഞങ്ങൾ വിളിച്ചു പറയുന്നു. യേശു എന്ന രക്ഷിതാവിനെ ഹൃദയം കൊണ്ട് നീതിക്കുമെന്ന് വിശ്വസിക്കുകയും അകലം കൊണ്ട് രക്ഷയ്ക്കുമെന്ന് ഏറ്റുപറഞ്ഞ് നിങ്ങളെ രക്ഷിതാവും ദൈവമായി സ്വീകരിക്കുക. മറ്റൊരുവനും അവയെ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തെങ്കിലും മനുഷ്യരുടെ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല, യേശു എന്ന നാമമില്ല. അതുകൊണ്ട് താങ്കൾ വിശ്വസിക്കാൻ തയ്യാറാകുമോ? ഈ യേശുവിനെ താങ്കൾ രക്ഷിതാവും ദൈവമായി സ്വീകരിക്കാൻ തയ്യാറാകുമോ? എന്നാൽ ഞങ്ങളുടെ പെണ്ണുങ്ങൾക്ക് യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന്റെ പരിഹാരമായിട്ടാണ് അവിടെ മുമ്പേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കുളത്തിൽ പലതരമായി മാറിയ ദൈവമാണെന്ന് ഞാൻ എന്റെ ഹൃദയം കൊണ്ട് നീതിക്ക് വേണ്ടി വിശ്വസിക്കുകയും അതിനെ കൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി ഏറ്റുപറഞ്ഞ് അങ്ങനെ ഞാൻ എന്റെ ദൈവവും രക്ഷിതാവുമായി എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. എന്നൊരു ദൈവബന്ധമാക്കി മാറ്റണമേ എന്ന് താങ്കൾക്കും പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഈ ലോകരക്ഷ താങ്കൾക്കും അവന് ലഭിക്കാനിടയായിരിക്കും. ഈ നിത്യരക്ഷ താങ്കളെയും തേടി വരുവാനിടയായി. ഏറ്റെടുക്കാൻ താങ്കൾ തയ്യാറാണ്? ജീവിതത്തിന്റെ വിവിധമായ ഘട്ടങ്ങളിൽ എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടി ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളെ കേൾക്കുന്നതെന്ന് നിങ്ങളോട് ഞങ്ങൾ പറയട്ടെ. ആത്മഹത്യയായത് ആത്മഹത്യ എന്നൊരു പരിഹാരമല്ല. രക്ഷപ്പാൻ കഴിയുന്ന യേശുവിനെ രക്ഷിതാവ് ദേശത്ത് കടന്നുവെന്ന് ഒരു നിമിഷം ആ യേശുവിന് നിങ്ങളുടെ ജീവിതത്തെ പ്രവർത്തിക്കാൻ ഒരു അവസരം കൊടുക്കുക. ഏത് വിഷയത്തിലും പരിഹാരം തരാൻ കഴിയുന്ന,
നിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന, നിന്നെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ലോകത്തിന്റെ രക്ഷിതാവ് അവൻ ദേശനിവാസികളെ ഏറ്റെടുക്കുവാൻ താങ്കൾ തയ്യാറാണെങ്കിൽ അവൻ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഇടയായിത്തീരും. ഞാനിന്റെ വാക്കുകളെ ഉപസംഹരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആരെങ്കിലും ഒരു നിമിഷം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളെ അടുത്ത് അനേക ദേവദാസന്മാർ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ അടിയിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് ആർക്ക് വേണം അവൻ ഈ നിമിഷം യേശുവിന്റെ രക്ഷ ആർക്ക് വേണമെന്ന് അവൻ കർത്താവ് അവൻ ദൈവജനത്തിനോട് ചോദിക്കുക. ഏറ്റെടുക്കുവാൻ താങ്കൾ തയ്യാറാണോ? പ്രാർത്ഥന താങ്കൾക്ക് ആവശ്യമുണ്ടോ? ഞങ്ങളുടെ അടിയിലേക്ക് അടുത്തു വന്നാട്ടെ. ഞങ്ങളുടെ ദൈവഭക്തന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ഏത് വിഷയത്തിലും അതിന് മറുപടി തരാൻ കഴിയുന്ന ആ സത്യദൈവം, നിത്യദൈവം, ഏത് രക്ഷിതാവായ ലോകത്തിന്റെ രക്ഷിതാവായ യേശുവിന്റെ രക്ഷിതാവായ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ താങ്കൾ മഹത്വം കാണുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ ജനങ്ങളാൽ ദൈവമായ കർത്താവിനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജോൺ തോമസ് പാസ്റ്റർ അടൂർ സുവിശേഷം പിതാവേ ദേശത്തെ വലിയ കാരണമാണ് സുവിശേഷം സംസാരിക്കുന്ന പ്രാർത്ഥിക്കുന്നു, സഹായിക്കുന്നു, ടിവിയോട്ട് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ. ഞങ്ങളെ ഇതുവരെ ശ്രദ്ധിച്ച നിങ്ങളെ സന്ദേശം അനുഗ്രഹിക്കാൻ അറിയുവാൻ ഇവിടെ വെട്ടിപ്പുറത്തേക്ക് ദൈവസഭയുണ്ട്. അവിടെ ശുശ്രൂഷകൾ ദൈവസഭ നിങ്ങൾക്ക് വേണ്ടി സജ്ജരാണ്. അതിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളം അനുഗ്രഹിക്കുന്നു.